ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കാര്യമാണ്. നമുക്ക് എന്ത് ദുഃഖം വന്നാലും, എന്ത് പ്രശ്നം വന്നാലും, എന്ത് കുഴപ്പങ്ങൾ വന്നാലും നമ്മൾ ആദ്യം പഴിക്കുന്നത് ഈശ്വരനെ തന്നെയാണ്. എന്താ ഈശ്വരന് കണ്ണില്ലേ? നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടത് കാണുന്നില്ലേ? ഏത് സമയവും ഭഗവാന്റെ മന്ത്രങ്ങൾ പറയുന്നില്ലേ? തെറ്റുകളൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ജീവിതം തന്നത് എന്നായിരിക്കും ആദ്യം ചോദിക്കുന്നത്. അംഗവൈകല്യമുള്ള ഒരു കുട്ടിയെ കിട്ടുകയാണെങ്കിൽ പിന്നത്തെ കാര്യം പറയും വേണ്ട. ഈ കുട്ടിയെ എന്തിനാണ് എനിക്ക് തന്നത്? ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ്? എല്ലാ കാര്യവും ഞാൻ കൃത്യമായി ചെയ്യുന്നില്ലേ? ഞാൻ മന്ത്രം പറയുന്നത് കൂടി പോകുന്നത് കൊണ്ടാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതൽ ജനങ്ങളും ഭഗവാനോട് ചോദിക്കുന്നത്. വേറെ തരത്തിലുള്ള എന്തെങ്കിലും ആപത്തോ അപകടമോ എന്ത് സംഭവിച്ചാലും പറയും, ഭഗവാൻ ഉറങ്ങിക്കിടക്കുകയാണോ? ഭഗവാൻ എന്ത് കണ്ണില്ലേ? ഞങ്ങൾ ഈ കാണുന്നതെല്ലാം ഭഗവാന് മനസ്സിലാവൂലേ? ഭഗവാന്റെ സൃഷ്ടിയല്ലേ? ഇത് തന്നെ നിങ്ങളൊന്ന് തിരിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങളെ പ്രസവിച്ച് വളർത്തി കണ്ണ് വളരുന്നുണ്ടോ, കാല് വളരുന്നുണ്ടോ, കൈ വളരുന്നുണ്ടോ എന്നെല്ലാം നോക്കി നന്നായിട്ട് നമ്മളെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുവരുമ്പം സ്വന്തം കാലിൽ നിൽക്കാറാവുമ്പോഴത്തേക്ക് ആദ്യം അവർ ചോദ്യം ചെയ്യുന്നത് അച്ഛനെയും അമ്മയെയും തന്നെയായിരിക്കും. നിങ്ങൾ വളർത്തിയതിൻ്റെ കുറ്റം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിൻ്റെ കുറ്റം ഇതായിരിക്കും അവർ കണ്ടെത്തുന്നത്. അപ്പോൾ ആ ഒരു അച്ഛനും അമ്മയ്ക്കും എന്തുമാത്രം വിഷമം ഉണ്ടാവുമോ അതേപോലെയുള്ള വിഷമങ്ങൾ തന്നെയാണ് ഈശ്വരൻ എന്ന ശക്തിക്ക് ഉണ്ടാവുന്നത്. മനുഷ്യർക്ക് മാത്രമല്ല വേദനയും വിഷമവും പ്രയാസവും ഉള്ളത്, ഈശ്വരനും അത് ഉണ്ട് എന്നുള്ള ബോധം നമ്മളിൽ വളർത്തിയെടുക്കണം. അച്ഛനും അമ്മയും കുട്ടികൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കുന്നു എന്നുള്ളത് 100% അച്ഛനും അമ്മയുമായി വളർന്നു വരുന്ന കുട്ടികളും ആവുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും കാത്തു രക്ഷിക്കുന്ന, കാത്തു കൊള്ളുന്ന ഭഗവാന് എന്തുമാത്രം വേദന വരും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എല്ലാ ആൾക്കാരെയും ഉദ്ദേശിച്ചല്ല ഞാനിത് പറഞ്ഞത്. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് ഭഗവാനെ അറിയണം എന്ന ആൾക്കാരെ ഉദ്ദേശിച്ചാണ്. രക്ഷകർത്താക്കൾ നമ്മളെ എന്തുമാത്രം സ്നേഹിക്കുന്നുവോ അതുപോലെയോ അതിനപ്പുറമോ ഈശ്വരൻ നമ്മളെ സ്നേഹിക്കും. നമ്മുടെ ഓരോ ആപത്തും ഭഗവാൻ മാറ്റും. ഈശ്വരന് മാത്രമേ പറ്റുകയുള്ളൂ. നമ്മൾ ഈ ഭഗവാനിൽ അർപ്പിക്കുക. ഭഗവാൻ എല്ലാ ഭാഗ്യവും നമുക്ക് തരാൻ കഴിയും. എല്ലാ പ്രശ്നങ്ങളും തീർക്കാനും കഴിയും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. കൽക്കി കലിയുഗത്തിലെ ലോകമഹാ അത്ഭുതങ്ങൾ. ലോകത്തിലെ എല്ലാത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി കൽക്കി ഗ്രേറ്റ് മിറാക്കിൾസ് ഓഫ് ദ കലിയുഗ ഫോർ ദ വെൽനസ് ഓഫ് ദ എൻറ്റയർ വേൾഡ്. ഭൂലോകത്തിൻ ജഗന്നാഥനായി, ഭൂമേനിക്ക് ജഗത് പ്രാണനായി, സത്മനസ്സിന് ജഗദ്ഗുരുവായി, ജനകദാഷണ്ണിന് പ്രണാമം. ജഗന്നാഥനായി, ഭൂമേനിക്കു ജഗത് പ്രാണനായി, സന്മനസ്സിൻ ജഗത് ഗുരുവായി, ജനകഥ ഔഷധം ഇല്യൂഷന് പ്രണാമം. കൽക്കി ഭാരതിയമ്മ, കൽക്കി TC 42/3481, PURA നമ്പർ 113, ഉണ്ണിനഗർ, നല്ലത്തുറോഡ്, പൂജപ്പുര, തിരുവനന്തപുരം, കേരള. ഫോൺ 8080742539, 8089742539. ഇമെയിൽ ushabharati11@gmail.com. വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം.